ദിവസം നമ്മൾ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന് പറഞ്ഞ് ഒരു 25 വയസ്സുകാരിക്കെതിരെ കേസ് വന്നായിരുന്നു. അതുകൊണ്ട് ജയിലിൽ പോണതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. ഞാൻ മാത്രമല്ല, വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പിന്തുണച്ച എല്ലാവരും ഒന്ന് റെഡി ആയിട്ടിരുന്നു. അവർ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല, ജെൻസി കുട്ടികൾക്കൊക്കെ ഇപ്പൊ പൊതുബോധം വന്നതുകൊണ്ട് അവരും യാഥാർത്ഥ്യം മനസ്സിലാക്കി തുടങ്ങിയതുകൊണ്ടും ഒരു സൈഡിൽ പെല്ലറ്റും ലാത്തിച്ചാർജും അറസ്റ്റും, മറു സൈഡിൽ സെൽഫി വീഡിയോ ആയിട്ടാണ് പ്രധാനമന്ത്രിയുടെ പുതിയ സ്ട്രാറ്റജി. ആദ്യത്തെ വീഡിയോ ഏറിപ്പോയതോടെ പുള്ളി വിചാരിച്ച് പാർട്ട് ടൈം ഇൻഫ്ലുവൻസർ ആവാന്ന്. ട്രോൾ ഉണ്ടാക്കാനാണ് വീഡിയോയ്ക്ക് അത്രയും റീച്ച് കിട്ടിയെന്ന് പോലും മനസ്സിലാവാത്തൊരു പ്രധാനമന്ത്രി. നമ്മൾ രാജ്യ ഉന്നമനത്തിലേക്ക് ഗൈസ്. സമരം തുടങ്ങിയ അടുത്ത ദിവസം തന്നെ സമരക്കാരെ തല്ലിച്ചതയ്ക്കാൻ പോലീസിന് റിക്രൂട്ട് ചെയ്തിരുന്നു. പോലീസ് പോരാതെ വന്നാൽ പിള്ളേരെയൊക്കെ അടിച്ചു നിരത്താൻ പ്രത്യേക സംഘം. ചോദിച്ചാൽ പോലീസാണെന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ബാഡ്ജ് യൂണിഫോം ഒന്നുമില്ല. വിഷയം കയറി കത്തിയപ്പോൾ മോദിജി അമിത്ജിയോട് പറഞ്ഞു, രാജ്യത്തെ മുഴുവൻ പിള്ളേരും കൊണ്ട് ഡൽഹി പോലീസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, കുറച്ചും കൂടെ ആളെ ഇറക്കാം. കേട്ട വാദി കേൾക്കാത്ത വാദി അമിത്ജി ശാഖകൾക്കൊക്കെ നിർദ്ദേശം കൊടുത്ത് കുറെ പേരെ ഇറക്കി. മര്യാദയ്ക്കിരിക്കുന്ന പിള്ളേരെ മെക്കിട്ട് കയറി അടി കൊണ്ട് കുട്ടികൾ ആശുപത്രിയിലായി. ഇത് വലിയ വിഷയമായി. ഇതോടെ മോദിജിക്ക് മനസ്സിലായി തേഞ്ഞെന്നു. എന്തെങ്കിലും പരിപാടി കാണിച്ച് ഇതൊന്ന് ലഘൂകരിച്ചേ പറ്റൂ എന്ന അവസ്ഥയായി. രാത്രി വന്നു, ഹായ് ഫ്രണ്ട്സ്, ചോദ്യപേപ്പർ ചോർന്നത് ശരിയായില്ല, അത് പാപമായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ. അതിനാണെങ്കിൽ ഒടുക്കത്തെ റീച്ച്. അതൊക്കെ പുതിയ കരിയർ ഓപ്ഷൻ ആയിട്ട് കണ്ട മോദിജി ഇതൊരു സ്ഥിരം പരിപാടിയാക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തേത് നീറ്റ് വിഷയം ഗൗരവകരമാണ് എന്ന ഫ്രഷ് ടോപ്പിക് ആയിരുന്നെങ്കിൽ അടുത്തത് എൻ്റെ വീഡിയോ കണ്ടവർക്കുള്ള നന്ദി വീഡിയോ അഥവാ അപ്രിഷിയേഷൻ പോസ്റ്റ് ആയിരുന്നു. പിന്നീട് പരീക്ഷകളുടെ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയുള്ള ബില്ല് പാസ്സാക്കിയതിനെ കുറിച്ചുള്ള 2 എണ്ണം. ഇന്നലെ 25 വയസ്സുള്ള ഒരാൾക്കെതിരെ കേസ്, പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചെന്നും പറഞ്ഞു. അത് വള്ളിയാകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ മോദിജി ഇന്നലെയും രാത്രി ഒരു വീഡിയോ, കുട്ടികളെ നിങ്ങൾ എന്നെ അധിക്ഷേപിച്ചത് എനിക്ക് വിഷമമായി, നിങ്ങളെയൊക്കെ തല്ലിച്ചതച്ചാലും നിങ്ങളുടെ ഭാവി കുളം തോണ്ടിയാലും എനിക്ക് നിങ്ങളുടെ അപ്പൂപ്പന്റെ പ്രായമില്ലേ, എന്നെ ഇങ്ങനെ പറയാമോ, പിന്നെ ഞാൻ വിശാല മനസ്കനായതുകൊണ്ട് നിങ്ങളോടൊക്കെ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള മൂഡ്. ഇനി മോദിജിയോടും യുവാക്കളോടുമായി കുറച്ച് കാര്യങ്ങൾ. ആദ്യം മോദിജിയോട്, നമ്മുടെ കയ്യിൽ നിങ്ങളെപ്പോലെ ഒരു ട്രൈപോഡും സ്റ്റാൻഡും ക്യാമറമാനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിനനുസരിച്ചുള്ള വീഡിയോ എടുത്തേരും. നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ സെൽഫി വീഡിയോ എടുത്താൽ അത് പ്രഹസനമാണെന്ന് സാധാരണ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇനി യുവാക്കളോട്, നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് മോദിജി പണിയൊക്കെ തീർത്തിട്ട് രാത്രി വന്ന് ഈ വീഡിയോ എടുക്കണമെന്നല്ലേ? സംഭവം മോദിജി നമ്മുടെ അൽഗോരിതം ഒക്കെ തൂക്കി. SFIയുടെ ഓഫീസിൽ പോയി അറസ്റ്റ് ചെയ്യേണ്ട ഐശി ഘോഷണ തപ്പിപ്പോയത് AKG പോലും ലൊക്കേഷൻ വരെ കയ്യിലുണ്ട്. നമ്മളത് കാണിക്കാനും പുള്ളിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പുള്ളി അധിക്ഷേപിച്ചത് വിഷമമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് ജയിലിൽ കയറി വന്നൊക്കെ ഇനി കണ്ടു തന്നെ അറിയാം. എന്നാൽ ഞാൻ പോട്ടെ, ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം.